ഫൈനലിസിമ പോരാട്ടം നടക്കുമോ ഇല്ലയോ എന്ന വാർത്തയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. നടക്കാൻ വേണ്ടി തന്നെയാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രാർത്ഥനയും. യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ തന്നെ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം ഒഴിവാക്കി മറ്റൊരു സ്റ്റേഡിയം പരിഗണിക്കാമെന്ന് ഫിഫ പറഞ്ഞിരുന്നു. എന്നാൽ കോൺമബോൾ തിരഞ്ഞെടുത്തതാകട്ടെ റയലിൻ്റെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയമായിരുന്നു. സ്പെയിനിന് വലിയ രീതിയിൽ ഹോം അഡ്വാൻറ്റേജ് ലഭിക്കുന്നതിനാൽ തന്നെ ഇവിടെ കളിക്കാൻ ഞങ്ങൾ തയ്യാറില്ലെന്ന് അർജന്റീന നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഒരു ന്യൂട്രൽ വേദി വേണമെന്നാണ് അർജന്റീനയുടെ ആവശ്യം. എന്നാൽ സ്റ്റേഡിയം തിരഞ്ഞെടുത്തതാകട്ടെ കോൺമബോളാണ്. ഇക്കാര്യം സ്പെയിനിനെയോ അർജന്റീനയെയോ അറിയിക്കാതെയാണ് അവർ റയലിൻ്റെ സ്റ്റേഡിയം പരിഗണിച്ചത്. ഇക്കാരണത്താൽ തന്നെയാണ് ഫൈനലിസിമ ഒഴിവാക്കിയേക്കുമെന്നുള്ള വാർത്തകൾ നിറയുന്നതും. ഇന്നലെ അർജന്റീനയുടെ എഎഫ്എ ഫെഡറേഷനും സ്പെയിൻ ഫെഡറേഷനും കോൺമബോളും പിന്നെ യുഎഫയും ചേർന്നുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഇത് ഒത്തുതീർപ്പായില്ല. ഇന്നാണ് അവസാനഘട്ട ചർച്ച. ഇന്ന് കളി നടക്കുമോ ഇല്ലയോ എന്ന തീരുമാനം ഉണ്ടായേക്കും. നിലവിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത്. ഒന്നെങ്കിൽ അർജന്റീനയിലും സ്പെയിനിലുമായി 2 പാദ മത്സരങ്ങളായി സംഘടിപ്പിക്കുക. ഇത് വേൾഡ് കപ്പിന് മുന്നേ തന്നെ വേണം. എന്നാൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വേദി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മത്സരം നടത്താതെ ഉപേക്ഷിക്കുക. ഇതിലേതെങ്കിലും ഒരു തീരുമാനം ഇന്നുടൻ ഉണ്ടായേക്കും. ഏതായാലും തീരുമാനം എന്താകുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ആരാധകർ. ഒരു ന്യൂട്രൽ വേദി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഇനി കോൺമബോൾ നോക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. യുഎഫ്എ തിരഞ്ഞെടുത്ത റയലിൻ്റെ സ്റ്റേഡിയം നിലവിൽ അർജന്റീനയ്ക്ക് ഹോം അഡ്വാൻറ്റേജ് ലഭിക്കില്ല എന്ന് പറഞ്ഞ് സ്പെയിനിന് അത് വലിയ രീതിയിൽ ഹോം അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്ന് പറഞ്ഞാണ് അർജന്റീന അവിടെ കളിക്കാൻ തയ്യാറില്ലെന്ന് വ്യക്തമാക്കിയത്. ഏതായാലും വരുന്ന മണിക്കൂറിലെ വാർത്തകൾ പ്രധാനമായിരിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.